നെതർലൻഡ്സിനെതിരെ ജപ്പാൻ ഒരു ഗോളിന് പിന്നിൽ നിൽക്കുകയാണ്. സമനില ഗോൾ കണ്ടെത്താൻ സമുറായികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നെതർലൻഡ്സ് ഡിഫൻഡർമാർക്ക് ഉയരക്കൂടുതലുണ്ട്. നിങ്ങൾ ഏരിയൽ ഷോട്ടുകൾക്ക് ശ്രമിക്കരുത്. പല ആവർത്തി കമന്റേറ്റർമാർ ഒളിഞ്ഞും തെളിഞ്ഞും അവരെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കോർണർ കിക്കിൽ നിന്ന് മനോഹരമായ ഹെഡറിലൂടെ കമാഡയുടെ ഈക്വലൈസർ. പരിഹസിച്ചവർക്ക് ആളുമാറിപ്പോയതാണ്. ഇത് ജപ്പാനാണ്. ഉയർപ്പ് അവർക്കൊരു ഹോബിയാണ്. ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ മത്സരങ്ങളിൽ ഒന്നിനാണ് യുഎസിലെ ഡാലസ് സ്റ്റേഡിയം സാക്ഷിയായത്. ഗ്രൂപ്പ് എഫിലെ ഏറ്റവും വലിയ മത്സരങ്ങളിലൊന്നിൽ ഏഷ്യൻ വമ്പന്മാരായ ജപ്പാൻ ടൂർണമെന്റ് ഫേവറേറ്റുകളിലൊന്നായ നെതർലൻഡ്സിനെ നേരിടുന്നു. ഗോൾ രഹിതമായ ആദ്യ പകുതി, 4 ഗോളുകൾ വന്ന രണ്ടാം പകുതി. അടിക്ക് തിരിച്ചടി മൈൻഡ് സെറ്റിൽ ഇരു ടീമുകളും കളിച്ചപ്പോൾ മത്സരം ആബ്സല്യൂട്ട് സിനിമയായി. ഫൈനൽ വിസിലിൽ ഇരു ടീമുകളും പോയിന്റ് പങ്കിട്ട് പിരിഞ്ഞു. കഴിയില്ലെന്ന് വിധിച്ചവർക്ക് മുന്നിൽ കഴിയുമെന്ന് കാണിച്ച് തലയുയർത്തി നിൽക്കുന്ന ജാപ്പനീസ് പോരാട്ട വീര്യമായിരുന്നു മത്സരത്തിലെ ഹൈലൈറ്റ്. 2019 ശേഷം യൂറോപ്യൻ ടീമുകൾക്കെതിരെ തോറ്റിട്ടില്ലെന്ന അവരുടെ റെക്കോർഡിന് തുടർച്ച. കഴിഞ്ഞ ലോകകപ്പിൽ ജർമ്മനിയെയും സ്പെയിനെയും തകർത്ത് മരണ ഗ്രൂപ്പിൽ ഒന്നാമതായ ജപ്പാനെ ഓർമ്മയുണ്ടാകുമല്ലോ. ഈ ലോകകപ്പിലും വന്നത് വെറുതെ പോകാനല്ലെന്ന് പറയുന്നുണ്ട് ബ്ലൂ സമുറായികൾ. മത്സരത്തിനിടെ നോട്ട്സ് എടുക്കാറുള്ള ജപ്പാന്റെ കോച്ച് ഹൈമെ മോറിയാസുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ജപ്പാനെ നമ്മൾ ഇന്ന് കാണുന്ന വിജയദാഹമുള്ള ടീമാക്കി മാറ്റിയതിന്റെ ക്രെഡിറ്റ്സ് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. 2018 ടീമിന്റെ പരിശീലകനായ ശേഷം കളിച്ച 104 മത്സരങ്ങളിൽ 73ലും വിജയം നേടിക്കൊടുത്ത ക്ലിയർ ഇമ്പാക്ട്. കളി കൊണ്ട് മാത്രമല്ല, കളത്തിനു പുറത്തും ജപ്പാൻ ഹൃദയം കവരാറുണ്ട്. ടീമിനൊപ്പം സഞ്ചരിക്കുന്ന ജാപ്പനീസ് ആരാധകർ ഫുട്ബോൾ ലോകത്തിന് നൽകുന്ന മാതൃക അമേരിക്കയിലും തുടരുകയാണ്. റഷ്യയിലും ഖത്തറിലും എന്നതുപോലെ മത്സരത്തിന് ശേഷം ഗാലറി വൃത്തിയാക്കുന്ന ശീലം അവർ ഇവിടെയും ആവർത്തിച്ചു. സ്വന്തം നാട് തോറ്റാലും ജയിച്ചാലും സമനില വഴങ്ങിയാലും അവർ ആ ശീലം തുടരുക തന്നെ ചെയ്യും. മത്സരശേഷം ലോക്കർ റൂം വൃത്തിയാക്കി മടങ്ങുന്ന ജാപ്പനീസ് താരങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സംസ്കാരമാണ് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന സംസ്കാരം. ഗ്രൂപ്പ് എഫിൽ മത്സരം മുറുകുകയാണ്. സ്വീഡനെയും ട്യൂണീഷ്യയും ജപ്പാൻ നേരിടാനുണ്ട്. അവിടെയും ആറ്റിറ്റ്യൂഡ് മാറില്ല. ഇതേ വിജയദാഹത്തോടെ അവർ കളത്തിലിറങ്ങും. ചത്താലും തോറ്റുകൊടുക്കില്ലെന്ന ചിന്തയോടെ പന്തു തട്ടും. എന്തെന്നാൽ ഇത് ജപ്പാനാണ്. ഉയർപ്പ് അവർക്കൊരു ഹോബിയാണ്.